ഹലോ. നമ്മുടെ റിലേഷൻഷിപ്പിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് ചെറുതാണെന്ന് തോന്നുമെങ്കിലും അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ പോയിൻ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അവരെ കാണുന്നത്? നമ്മളുടെ ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും നമ്മളെ നോക്കിയ പോലെ നമ്മുടെ പാർട്ട്ണർ നമ്മളെ നോക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമ്മളിലെല്ലാം ഉണ്ട്. ഇതാണ് കുഴപ്പങ്ങൾക്ക് കാരണം. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അമ്മയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ പോലെയാണ് ആയിരിക്കണം, അവരെന്തൊക്കെ എനിക്ക് വേണ്ടി തന്നോ അതെല്ലാം എനിക്ക് എൻ്റെ പാർട്ട്ണർ തരണം എന്ന് ഉള്ളിലെവിടെയോ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട്. ഇത് കാരണം നമ്മുടെ പാർട്ട്ണർ എന്ത് ചെയ്താലും അത് നമുക്ക് ഒരു പരാതിയായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് തൃപ്തി ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ വേറെ എന്തൊക്കെയോ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പാർട്ട്ണർ ആണെങ്കിലോ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന മറ്റ് ബിലീഫുകളും എക്സ്പീരിയൻസസും പെർസെപ്ഷൻസും ഒരുപാട് തോട്ട് പ്രോസസ്സും ഒക്കെ ആയിട്ട് വന്ന ആളാണ്. അവർ നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ്. പക്ഷേ നമ്മൾ അവരെ നമ്മുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ആണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ എന്തൊക്കെ ചെയ്തോ അത് ഈ പാർട്ട്ണർ ചെയ്യും എന്നൊരു വിശ്വാസം നമ്മൾ ആ വ്യക്തിയുടെ കൂടെ ജീവിതം തുടങ്ങുമ്പം ഉള്ളിലുണ്ടാവും. ഇത് നമ്മൾ തുറന്ന് പറയാത്തത് കാരണം അവർക്കറിയത്തില്ല നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന്. അവരുടെ ഉള്ളിൽ അവർക്ക് എന്തൊക്കെയാണോ കാര്യമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നല്ല കാര്യമെന്ന് തോന്നുന്നത് അതവരങ്ങ് ചെയ്യും. നമ്മുടെ ഉള്ളിലാണെങ്കിലും മറ്റൊരു എക്സ്പെക്റ്റേഷൻ ആയത് കാരണം ഒരു തൃപ്തി ഉണ്ടാകത്തില്ല. കാരണം ആൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം ഇരുന്നൊന്ന് സംസാരിക്കണം. എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, അതിൽ ഏതൊക്കെ എൻ്റെ പാർട്ട്ണർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ എക്സ്പെക്റ്റേഷൻസും എല്ലാവർക്കും സാധിച്ചു തരാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മളിരുന്നൊന്ന് സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരു ഹസ്ബൻഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു വൈഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത് നിനക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ആകരുതോ. അവരെ കൊണ്ട് സാധിക്കത്തില്ലാത്ത കാര്യം നമ്മൾ എന്തിനാണ് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്? പകരം അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പലപ്പോഴും പറ്റത്തുണ്ടാവില്ല. അപ്പോൾ പരസ്പരം തമ്മിൽ തുറന്ന് ഒന്ന് സംസാരിക്കാമെങ്കിൽ ഈ പ്രശ്നം കുറേയൊക്കെ മാറും. നമ്മൾ ലൈഫിൽ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് പരാതികൾ കുറയും. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാറി. നമുക്ക് മനസ്സിലായി നമ്മൾ റിയാലിറ്റി ഇതല്ല, എൻ്റെ പാർട്ട്ണർ ഒരിക്കലും എൻ്റെ അച്ഛനെയും അമ്മയും പോലെ ആവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അവർ വേറൊരു വ്യക്തിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരാതിയൊക്കെ കുറയും, കോൺഫ്ലിക്റ്റുകളൊക്കെ കുറയും. മറ്റ് ചില സന്ദർഭങ്ങളിൽ നേരെ തിരിച്ചും കാണാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു പേരൻ്റായിട്ട് അങ്ങ് ബിഹേവ് ചെയ്യും. ഞാൻ അവളുടെ അമ്മയാണ് അച്ഛനാണ് എന്നുള്ള ഒരു അധികാരത്തിൽ നമ്മളങ്ങ് ബിഹേവ് ചെയ്യും. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെ പുറത്ത് പോകണ്ട, നീ ഡ്രൈവ് ചെയ്യണ്ട, അങ്ങനെ എന്തിനും ഏതിനും നമ്മൾ അവരെ അനുവദിക്കത്തില്ല. നമുക്ക് സ്നേഹം കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് കെയറിങ് ഉണ്ട് എന്ന് കാണിക്കാനും കൂടി ആയിരിക്കാം നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഭയമായിരിക്കാം, അത് ചെയ്താൽ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടും നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മുടെ പാർട്ട്ണർക്ക് ഒരു കഴിവില്ലാത്ത ആളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് എന്ന് മറന്നു പോകുന്നു. അവർക്കും കഴിവുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള എല്ലാ കഴിവും എല്ലാവർക്കുമുണ്ട്. നമ്മൾ 40 വയസ്സായാലും അവർ കൊച്ചുകുട്ടിയാണ് എന്നുള്ള ധാരണയിൽ എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുമ്പം അവർക്ക് സ്വയം ജീവിക്കാൻ ഒരു കഴിവുമില്ലാതാവും. മാത്രമല്ല അവർക്ക് സ്വയം ഒരു വർത്ത്ലെസ് ഫീലിങ്ങും ഉണ്ടാവും. എനിക്ക് ഒരു കഴിവില്ലാത്ത ആളാണ്. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കുറയും. അവർ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. കഴിവില്ലാത്ത ഒരാളിന് എന്ത് കോൺഫിഡൻസ് വരാനാണ്? അങ്ങനെ നമ്മൾ അവരോട് സ്നേഹം കൂടുതൽ കാരണം അവരെ നമ്മൾ ക്രിപ്പിൾ ചെയ്യുക ചെയ്യുന്നത്, അവരുടെ ഗ്രോത്തിനെ നമ്മൾ തടസ്സപ്പെടുത്തുക ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മളിൽ അവർ ഡിപ്പെൻഡൻ്റ് ആവുക ചെയ്യുന്നത്. നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പലതും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാതെ നമ്മൾ ഒരുപാട് ലോഡ് വലിക്കുന്നത് മാതിരി നമുക്ക് തോന്നും. നമ്മൾ ടയേർഡാവും, നമ്മൾ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ ഇറിറ്റേറ്റഡും ആവും. ഇത് മാത്രമല്ല, നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കും? ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം നോക്കി നടത്തി ജീവിക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെ പോവും. 10-40 വയസ്സായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയാൽ അവർക്കാകെ ഭയമായിരിക്കും. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നവർക്കറിയത്തില്ല.
ഇതൊക്കെ കൊണ്ട് നമ്മൾ തന്നെ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയും നമ്മൾ അവരെ ഒരു പേരൻ്റായി കാണാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. അതാണ് ഒരു നല്ല റിലേഷൻഷിപ്പിൽ ആവശ്യം. ഡിപ്പെൻഡൻസി അല്ല ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി. ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുകയും പരസ്പരം ആവശ്യ സമയത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.